അയാളുടെ പത്രസമ്മേളനം എന്ന് പറയുന്നത് ജനങ്ങൾ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഇപ്പൊ പയ്യന്നൂരിന്റെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളോട് പറയാൻ പൊതുജനങ്ങളോട് പറയാൻ ബാധ്യതയില്ല, ബഹുജനങ്ങളോട് പറയാനേ ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലായോ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, കൗണ്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലമാണ് ജില്ലയിലെ പരാജയം എന്ന് പറഞ്ഞില്ലേ? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കണ്ണൂർ ജില്ലയിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലമാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയം എന്നതിന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? KK രാഗകൃഷ്ണനോ അല്ല മറ്റാർക്കും? അപ്പോ ഈ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത മറുപടികളും വിശദീകരണവുമാണ് ജില്ലാ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുജനങ്ങളിൽ KK രാഗേഷിനെ കുറിച്ച് ഇങ്ങനെ ഒരു മോശമായ ഇംപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടിക്കൂടി വരുന്നത് ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ്.